ഓം നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ. ഭസ്മധാരണത്തിനെ കുറിച്ച് ചോദിക്കുകയാണ്. ആര് ചോദിക്കുന്നത്? നമ്മുടെ ശ്രീനാരദ മഹർഷി. ദേവർഷി, ഭസ്മോദ്ധൂളനം കൊണ്ടുള്ള ഫലം കേട്ടാലും സർവകാമങ്ങളെയും പ്രദാനം ചെയ്യുന്നതും വളരെയധികം രഹസ്യ സ്വഭാവമുള്ളതുമാണത്. ശ്രീനാരദ മഹർഷിക്ക് ശ്രീനാരായണ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. കപില നിറമുള്ള പശുവിൻ്റെ ചാണകം നിലത്ത് വീഴുമ്പോൾ തന്നെ എടുക്കണം. ദുർഗന്ധം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നിലത്ത് വീണതാണെങ്കിൽ മുകൾ ഭാഗവും താഴെ ഭാഗവും നീക്കി ഉരുട്ടി മൂലമന്ത്രം ജപിച്ച് അഗ്നിയിലിട്ട് നീറ്റണം. ആ ഭസ്മം പുതിയ വസ്ത്രത്തിൽ വെച്ച് മൂടി ഭസ്മപാത്രത്തിൽ വെക്കണം. മന്ത്രജ്ഞനായവൻ വൃത്തിയായി കഴുകി വെച്ച പാത്രത്തിൽ മന്ത്രന്യാസം ചെയ്ത് നീതി പോലെ വേണം ഭസ്മം സൂക്ഷിക്കാൻ. പാത്രം സ്വർണം കൊണ്ടോ മരം കൊണ്ടോ മണ്ണ് കൊണ്ടോ ആവാം. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഭസ്മം പൊതിഞ്ഞ് കയ്യിൽ എടുക്കണം. നീചന്മാർക്ക് ഭസ്മം കൊടുക്കാൻ പാടില്ല. ഭസ്മം വെച്ച പാത്രം മറികടക്കരുത്. വളരെ ശ്രദ്ധിച്ച് ഭസ്മം എടുത്ത് മന്ത്രപൂർവ്വം ഭക്തിയോടെ ധരിക്കണം. ഇപ്രകാരം ചെയ്താൽ ശിവന് തുല്യനായി തീരും. ശിവസന്നിധിയിൽ വെച്ച് ശൈവർ ഉണ്ടാക്കിയ ഭസ്മത്തെ ചോദിച്ച് വാങ്ങി ധരിക്കാം. ശൂദ്രരും കാപാലികരും പാഖണ്ഡരും നിശ്ചയമായി ത്രിപുണ്ഡ്രം ധരിക്കണം. വേദത്തിൽ പറഞ്ഞ മാതിരി ചെയ്യുന്നില്ല എങ്കിൽ അവന് സംസാര സാഗരത്തിൽ നിന്ന് മുക്തി ലഭിക്കുകയുമില്ല. പോരെ, എന്തുവാണ്? ഭസ്മം ധരിക്കാത്ത ശരീരം ചുടലക്ക് സമമാണെന്നാണ് പറയുന്നത്. ഭസ്മം ധരിക്കാത്ത നെറ്റിയും ശിവക്ഷേത്രമില്ലാത്ത ഗ്രാമവും ഒരുപോലെയാണ്. നല്ലതല്ല, നിന്ദ്യമാണത്. ഭസ്മധാരണത്തെ പരിഹസിക്കുന്നത് ശിവനെ നിന്ദിക്കുന്നതിന് സമമാണ്. ഭസ്മമില്ലാത്ത ശിവാർച്ചന അമംഗളകരമാണ്. വേദമന്ത്രം ജപിച്ച് ഭസ്മം ധരിക്കാത്തവൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അനർത്ഥകരമായി ഭവിക്കും. ഭസ്മം ധരിക്കാതെ മുക്തി ആഗ്രഹിക്കുന്നവൻ വിഷം കഴിച്ച് അമരത്വം ആഗ്രഹിക്കുന്നത് പോലെയാണ്. ഗംഭീരല്ലേ? ഭസ്മം തൊടാതെ മുക്തി വേണമെന്ന് വിചാരിക്കുന്നവര് എന്തുപോലെ വിഷം കഴിച്ചിട്ട് അമരത്വം. അമൃത് കഴിച്ചിട്ടില്ല അമരത്വം വേണ്ടത് സാധാരണ. ഇതാ വിഷം കഴിച്ചിട്ട് അമരത്വം ആഗ്രഹിക്കുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. അർദ്ധചന്ദ്രാകൃതിയിലാണല്ലോ ബ്രഹ്മാവ് നെറ്റി സൃഷ്ടിച്ചിരിക്കുന്നത്. ആ നെറ്റിയിൽ നീളത്തിൽ രേഖകളുമുണ്ട്. എന്നാലും അറിവില്ലാത്തവർ ത്രിപുണ്ഡ്രധാരണം നെടുകെ ചെയ്യുന്നില്ല. വിലങ്ങനെ ത്രിപുണ്ഡ്രധാരണം ചെയ്യാത്ത ബ്രാഹ്മണർ ചെയ്യുന്ന കർമ്മങ്ങളും പ്രയോജനമില്ലാത്തതാവും. കിഴക്കോട്ട് തിരിഞ്ഞ് കാലും കൈയും ശുചിയാക്കി ആചമിച്ച ശേഷം പ്രാണായാമം ചെയ്ത് ഭസ്മസ്നാനം ചെയ്യണം. അഗ്നിഹോത്രത്തിൽ നിന്നുണ്ടായ ശുദ്ധമായ ഭസ്മമെടുത്ത് നമഃശിവായ ജപിച്ച് മൂർധാവിൽ തൊടണം. പിന്നീട് തത്പുരുഷ മന്ത്രത്താൽ നെറ്റിയിലും തൊടണം. അഘോരമന്ത്രം ജപിച്ച് മാറിൽ ഭസ്മം തൊടണം. വാമമന്ത്രം കൊണ്ട് നാഭിയിലും തൊടണം. സദ്യോജാത മന്ത്രം ജപിച്ച് കാലുകളിലും പ്രണവമന്ത്രം ജപിച്ച് സർവാംഗങ്ങളിലും പൂഷണം ഭസ്മം. സർവകർമ്മങ്ങളുടെയും ഫലപ്രാപ്തിക്ക് വേണ്ടി ആഗ്നേയ സ്നാനം ചെയ്യണം. വിധിപ്രകാരം നെറ്റിയിലും മാറിടത്തിലും കഴുത്തിലും പഞ്ചബ്രഹ്മ മന്ത്രങ്ങൾ ജപിച്ച് ഭസ്മം കൊണ്ട് വിലങ്ങത്തിൽ ത്രിപുണ്ഡ്രം ധരിക്കണം. രുദ്രാക്ഷവും ഭസ്മവും ധരിച്ച ശുദ്ധനായ ബ്രാഹ്മണൻ സർവ്വവിധ രോഗങ്ങളെയും മറ്റെല്ലാവിധ ദുഷ്കർമ്മങ്ങളെയും ജയിക്കാൻ പ്രാപ്തനാണ്. പിന്നീട് പുനരാവൃത്തിയില്ലാത്ത ബ്രഹ്മപദത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. യാഗം, ഹോമം എന്നിവ നടക്കുമ്പോൾ ഭസ്മധാരണം ചെയ്തവൻ എല്ലാവരാലും പൂജ്യനായിത്തീരും. അവൻ മൃത്യുവിനെപ്പോലും മറികടക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഭസ്മധാരണ രീതി എന്ന 12-ാം അധ്യായം ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു നമ്മൾ. ഇനി എന്താണ് ഇതിൻ്റെ ഒരു മഹിമ ഉണ്ടോ നോക്കണ്ടേ? ഭസ്മത്തിന് അതിൻ്റെ മഹിമ വർണ്ണിക്കുന്നു. വീണ്ടും ശ്രീനാരദ മഹർഷി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ദേവർഷിയെ, സർവ്വവിധ പാപങ്ങളും ഈ ഭസ്മധാരണം കൊണ്ട് ഇല്ലാതാകൂട്ടോ. ഒരു പ്രാവശ്യം ഭസ്മം ധരിച്ചാൽ തന്നെ യോഗികൾക്ക് ജ്ഞാനം സിദ്ധിക്കും. വാനപ്രസ്ഥന് വിരക്തിയും ഗൃഹസ്ഥന് സർവശ്രേയസ്സും ഉണ്ടാകും. ശൂദ്രന്മാർക്ക് പുണ്യം ഉണ്ടാവും. മറ്റുള്ളവർക്ക് പാപത്തിൽ മോചനവും ലഭ്യമാകും. പോരെ, എന്തു വേണം? വിലങ്ങനെ ഭസ്മം ധരിക്കുകയും ത്രിപുണ്ഡ്രധാരണവും ചെയ്യുകയാണെങ്കിൽ സർവഭൂതങ്ങൾക്കും രക്ഷയാണെന്ന് വൈദിക ശ്രുതി പറയുന്നു. ഇത് രണ്ടും ശിവാർച്ചനയായി തന്നെ കരുതാം. ജ്ഞാനസിദ്ധിക്കായി ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരും മറ്റു ദേവന്മാരും ഭസ്മോദ്ധൂളനവും ത്രിപുണ്ഡ്രധാരണവും ചെയ്യുന്നെന്ന് വേദത്തിൽ പറയുന്നുണ്ട്. ഉമാദേവിയും സരസ്വതിയും ലക്ഷ്മിയും ആസ്തികരായ മറ്റെല്ലാ സ്ത്രീകളും ഭസ്മധാരണം ചെയ്യുന്നു. എന്തിനധികം പറയുന്നു,
ലോകത്തുള്ള ഭക്തന്മാരൊക്കെ തന്നെയും ഭസ്മവും തുള്ളനവും ത്രിപുണ്ഡധാരണവും ചെയ്യുന്നുണ്ട്. അപ്രകാരമുള്ളവർ വിദ്വജ്ജനങ്ങളായി ലോകത്തിൽ പ്രശോഭിക്കുന്നു. അല്ലാത്തവർ മൃഗങ്ങളെപ്പോലെ വിഹരിക്കുകയും ചെയ്യുന്നു. മുക്തി സ്ത്രീയെ വശീകരിക്കുവാൻ വശ്യമണിയാണ് ശിവലിംഗം. പഞ്ചാക്ഷര മന്ത്രം സഖ്യവും ഭസ്മം ഔഷധവുമാണ്. വിദ്വാനോ മൂർഖനോ ആരാലും തർക്കമില്ല. അവൻ ഭസ്മധാരിയാണെങ്കിൽ എവിടെയിരുന്ന് ഭജിച്ചാലും ആ സ്ഥലം വൃഷധ്വജനായ മഹാദേവൻ ഭുജിച്ച സ്ഥലത്തിന് തുല്യമാകും. സർവാംഗ ഭസ്മഭൂഷിതനായ ആളെല്ലാവരും പൂജിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു പറഞ്ഞുവല്ലോ. ത്രിപുണ്ഡ്രധാരണം ചെയ്തവൻ ഏത് നികൃഷ്ടദേശത്ത് വസിച്ചാലും ശരി, അവന് കാശിയിൽ വസിക്കുന്ന പുണ്യം തന്നെ ലഭിക്കും. വെറുതെ ഭസ്മം ധരിക്കുകയാണെങ്കിൽ പോലും അവൻ ബ്രഹ്മാവിന് തുല്യനാണെന്നാണ് പറയപ്പെടുന്നത്. ഐശ്വര്യപൂർണമായ വിഭൂതി വെറുതെ ആൾക്കാരെ കാണിക്കാനായി ധരിച്ചാൽ പോലും അവന് കിട്ടുന്ന ഫലം 100 യജ്ഞങ്ങൾ ചെയ്താൽ പോലും ലഭ്യമാകില്ല. അത്രത്തോളം ഉത്കൃഷ്ടമാണ് ഭസ്മധാരണത്തിന്റെ വൈശിഷ്ട്യം. ദാനം, യജ്ഞം, തപസ് എന്നിവയൊന്നും ഭസ്മം ധരിക്കുന്നതിന്റെ 16-ലൊരംശം വരികയില്ല. ആശ്രമധർമ്മങ്ങളെയെല്ലാം വേണ്ടെന്ന് വെച്ചവനാണെങ്കിലും ശരി, അവൻ ഭസ്മധാരണം ചെയ്യുന്നുവെങ്കിൽ അവൻ മുക്തനായിത്തീരും. കുലമോ ജാതിയോ വ്രതമോ ജ്ഞാനമോ ഒന്നും നോക്കേണ്ടതില്ല. ഒരുവൻ ത്രിപുണ്ഡ്രധാരണം ചെയ്യുന്നുവെങ്കിൽ അവൻ ശ്രേഷ്ഠനും പൂജ്യനും തന്നെയാണ്. ഭസ്മധാരണം ത്രിപുണ്ഡ്രധാരണം ചെയ്യുന്നവൻ ആരായാലും ശരി, അവൻ ഏത് സ്ഥലത്ത് വസിച്ചാലും ശരി, അവിടെ ഉമാമഹേശ്വരന്മാർ ഭൂതഗണങ്ങളോടും സർവതീർത്ഥങ്ങളോടും കൂടി വസിക്കുന്നു നാരദ എന്നുകൂടി പറഞ്ഞു വെച്ചു. ആര്? ശ്രീനാരദ മഹർഷി. ശ്രീനാരായണ മഹർഷി. ശ്രീനാരദ മഹർഷിക്ക് ഇതൊന്നും അറിയായികയല്ല. നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഒരാളെ നിമിത്തമാക്കിയിട്ട് പറയുന്നതാണ്. അനംഗവൈരിയായ മഹാദേവൻ സദ്യോജാതാദി മന്ത്രം ജപിച്ച് സ്വന്തം ദേഹത്തിൽ ധരിച്ച ഭസ്മങ്ങൾ ആരാണോ നെറ്റിത്തടത്തിൽ ധരിക്കുന്നത്, അവന്റെ ശിരോലിഖിതത്തിൽ ദൈവം വരച്ചതാണെങ്കിൽ പോലും മായ്ച്ചു കളയാൻ ആ ത്രിപുണ്ഡ്രധാരണത്തിന് ശക്തിയുണ്ട്. അത്രമാത്രം മഹത്വമുള്ളതാണ് ഈ ഭസ്മം എന്നുള്ള മഹാത്മ്യം പറഞ്ഞുകൊണ്ട് 13-ാം അധ്യായം സമർപ്പിച്ചു. ഇനിയുണ്ട് ഭസ്മധാരണത്തിനെ കുറിച്ചുള്ള മഹാത്മ്യം. നാരദ, ഭസ്മം ധരിച്ച ഒരു മഹാത്മാവിന് ധനം ഭക്തിപൂർവ്വം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുന്നവന്റെ പാപങ്ങളെല്ലാം നശിക്കും. ശ്രുതിയും സ്മൃതിയും പുരാണങ്ങളും വാഴ്ത്തുന്ന ഭസ്മത്തെ ബ്രാഹ്മണന്മാർ നിശ്ചയമായും ധരിച്ചിരിക്കണം. ഭസ്മസ്നാനം ചെയ്യുന്നവന്റെ വംശം തന്നെ ഉദ്ധരിക്കപ്പെടും. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നതിനേക്കാൾ മഹത്വമേറും ഭസ്മസ്നാനത്തിന്. വനത്തെ അഗ്നി കത്തിച്ചാമ്പലാക്കും പോലെ ഭസ്മസ്നാനം സർവ പാപങ്ങളെയും ഭസ്മമാക്കും. ഭസ്മസ്നാനത്തേക്കാൾ പവിത്രമായ വേറൊരു കുളിയില്ല, വേറൊരു സ്നാനം ഇല്ല എന്ന് പറഞ്ഞാണ് മഹാദേവൻ ആദ്യം ഭസ്മസ്നാനം ചെയ്തത്. ആദ്യം മഹാദേവനാണ് ഭസ്മത്തിൽ സ്നാനം എന്ന് പറഞ്ഞാല് ശരീരം മുഴുവനും ഭസ്മം പൂശുക, അത്ര തന്നെ. അതുമുതൽക്ക് ബ്രഹ്മാദികളും ഋഷീശ്വരന്മാരും ഭസ്മസ്നാനം തുടങ്ങി. ആഗ്നേയമായ ഭസ്മസ്നാനം യതികൾക്ക് അത്യുത്തമമാണ്. ജലസ്നാനത്തേക്കാൾ ഭസ്മസ്നാനം വിശിഷ്ടമാണ്. കാരണം അത് ആർദ്രത ഇല്ലാതാക്കും. പ്രകൃതിക്ക് ആർദ്രത ഉള്ളത് കൊണ്ട് അത് ബന്ധനമാണത്രേ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. രക്ഷക്കും മംഗളത്തിനും അത്യുത്തമമായ ഭസ്മം മഹാദേവൻ ദേവിക്കാണ് ആദ്യം നൽകിയത്. അതിനാൽ ഭസ്മസ്നാനം ചെയ്യുന്നവൻ സംസാര സമുദ്രം തരണം ചെയ്ത് ശിവലോകം പ്രാപിക്കും. പലതരം വ്യാധികൾ ഇല്ലാതാക്കാനും ഭസ്മത്തിന് കഴിവുണ്ട്. വിധിയാമണ്ണം ഭസ്മം ലലാടത്തിൽ ധരിക്കുകയാണെങ്കിലുണ്ടല്ലോ നാരദ, അവന്റെ ശിരോലിഖിതം കൂടി മാറ്റിമറിക്കാം. ഇങ്ങനെ 3 രേഖകളായി ലലാടത്തിൽ ത്രിപുണ്ഡ്രധാരണം ചെയ്താൽ അത് ത്രിമൂർത്തികളെയും വന്യത്രയത്തെയും ത്രിഗുണങ്ങളെയും ത്രിലോകത്തെയും ധരിക്കുന്നത് തന്നെയാണ്, വ്യത്യാസേയില്ല. ഭസ്മം ധരിച്ചവന്റെ സാന്നിധ്യത്തിൽ ഭൂത പ്രേത പിശാചുക്കൾ അടുക്കുകയേയില്ല. പേടിയാണ് അവർക്കൊക്കെ. പ്രകാശിക്കുന്നത് കൊണ്ടും ഭസിതം എന്ന പാപം നശിപ്പിക്കുന്നത് കൊണ്ടും ഭസ്മം എന്നും പറയുന്നു. അത്യധികം പാപം ചെയ്തവൻ അന്ത്യകാലത്ത് ഭസ്മസ്നാനം ചെയ്യുകയാണെങ്കിൽ അവന്റെ സർവ പാപങ്ങളും നശിച്ചു പോകും. ഭസ്മധാരണം കൊണ്ട് ജിതേന്ദ്രിയനായ ഒരുവൻ എന്റെ സന്നിധിയിൽ എത്തിച്ചേരും. അവന് പിന്നെ ജനിമരണങ്ങൾ ഉണ്ടാവുകയില്ല. അമാവാസ്യയിൽ ഭസ്മധാരണം ചെയ്ത് ശിവപൂജയിൽ പങ്കുകൊണ്ടാൽ അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തനാകും. നിത്യം സ്നാനം ചെയ്ത് ഭസ്മം ധരിക്കണം.
ജലസ്നാനം കൊണ്ട് പുറമേയുള്ള മാലിന്യം മാത്രമേ മാറ്റാൻ സാധിക്കൂ. ആന്തരമായുള്ള മാലിന്യം മാറണമെങ്കിൽ ഭസ്മസ്നാനം തന്നെ വേണം. ഭസ്മസ്നാനത്തിന്റെ മാഹാത്മ്യം വേദങ്ങൾക്ക് മാത്രമേ ശരിയായി അറിയുള്ളൂ കേട്ടോ. മറ്റ് ആർക്കും അത് അറിയാൻ സാധിക്കയില്ല. പിന്നെ വേദജ്ഞൻ ശ്രേഷ്ഠനായ മഹാദേവനെ അറിയാം, അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. ദേവർഷേ, ഭസ്മസ്നാന മഹാത്മ്യത്തെ പറ്റി ഞാൻ ചുരുക്കി പറഞ്ഞു തന്നു. ഇനി ഭസ്മസ്നാന ഫലത്തെ പറ്റി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹാത്മ്യ കീർത്തനം ദേവീപാദങ്ങൾ സമർപ്പിച്ചു. ഇന്ന് ഇത്രയും കൊണ്ട് സമർപ്പിക്കാം. അടുത്ത ഭസ്മധാരണ മഹാത്മ്യം പറയണമെങ്കിൽ ത്രിപുണ്ട്ര ഭസ്മധാരണം നമ്മൾ പറഞ്ഞു. ത്രിപുണ്ട്ര ഊർധ്വപുണ്ട്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് വലിയൊരു ഇതാണ്. അതുകൊണ്ടത് നമുക്ക് നാളെ പറയാം.